അത് ഡിഫൻസാണ്. എന്തായാലും കൊടുവള്ളിയിൽ 15,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാവും. അതുതന്നെ തിരുവമ്പാടിയിലും അത് ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. കോഴിക്കോട് സൗത്തിൽ എബൌട്ട് 10,000 ഉണ്ടാവും. തിരുവമ്പാടിയിൽ കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായിരുന്ന ചില പാർട്ടി പ്രശ്നങ്ങളൊക്കെ അതൊക്കെ ഇപ്രാവശ്യം അതിൻ്റെ അനുരണനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും? അത് ഒരിക്കലും ഒരു കാൻഡിഡേറ്റിന്റെ വിജയത്തെ ബാധിക്കുന്ന അർത്ഥത്തിൽ രൂപപ്പെടൂല. ഉണ്ടായിരുന്ന ചില സംഘടനാ പ്രശ്നങ്ങൾ സ്വാഭാവികമാണല്ലോ. ആ വിഷയങ്ങളിൽ അത് ഇല്ലാതാക്കുന്നതിനുള്ള സജീവ പ്രയത്നങ്ങൾ നടത്തുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നെക്ക് ടു നെക്ക് മത്സരം നടന്ന മുസ്ലിം ലീഗിന്റെ മണ്ഡലം എന്ന് പ്രതീക്ഷിക്കുന്നത് എവിടെയാണ്? തീർച്ചയായിട്ടും അതിൽ പേരാമ്പ്ര ഒരു ഘടകമാണ്. അവിടെ ബേസിക്കലി അത് UDFന്റെ മണ്ഡലമല്ല. പക്ഷെ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 99.99 അല്ലെങ്കിൽ 100 ഇതായിരിക്കും മെയ് 4-ന് റിസൾട്ട് വന്നു കഴിയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുണ്ടല്ലോ, മുസ്ലിം ലീഗ് മത്സരിച്ചിരിക്കുന്നത് 27 മണ്ഡലങ്ങളിൽ. ഈ 27 മണ്ഡലങ്ങളിലും ഈ തവണ വിജയിച്ച് കയറാനാകും എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് 99.99 അല്ലെങ്കിൽ 100 ഇതായിരിക്കും പാർട്ടിയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏത് പാർട്ടി ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, CPM ആവട്ടെ, CPI ആവട്ടെ, BJP ആവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, ആരുമാവട്ടെ, കേരളത്തിൽ ഇത്തവണത്തെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ട്രൈക്ക് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അവിടെ ഏറ്റവും ശ്രദ്ധേയമായ ചില മണ്ഡലങ്ങളിൽ ഒന്ന് പേരാമ്പ്രയാണ്, അതുപോലെ തന്നെ മറ്റൊന്ന് തിരുവമ്പാടിയാണ്. അങ്ങനെ ചില മണ്ഡലങ്ങളാണ്. ഇതിലൊക്കെ വിജയിച്ച് കയറാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ലീഗ് നേതൃത്വത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഡാറ്റകൾ, വോട്ടിങ്ങിൻ്റെ ഡാറ്റകൾ വെച്ച് പരിശോധിച്ചതിന് ശേഷമുള്ള വിലയിരുത്തൽ എന്ന് പറയുന്നത്. വളരെ കൃത്യമായിട്ട് അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് വളരെ കൃത്യമായിട്ട് ആസൂത്രണ മികവോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം അത് ഇപ്രാവശ്യം ഉണ്ടാവും. കൂട്ടത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് സൗത്ത് അടക്കമുള്ള അഡ്വക്കേറ്റ് ഫൈസൽ ബാബു മത്സരിച്ച സൗത്ത് അടക്കമുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ കൂടി സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ലീഗിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പേ കാഴ്ചവെച്ച് എല്ലാം കൊണ്ടും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ലീഗ് ഭംഗിയാക്കി വെച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഫലം കൂടി വരുമ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമുള്ള കാര്യമായിരിക്കുമെന്നുള്ളതാണ് അല്ലേ. ഇപ്പം മലപ്പുറത്ത് മത്സരിക്കുന്നുണ്ട്, വേങ്ങരയിൽ മത്സരിക്കുന്നുണ്ട്, തിരൂരങ്ങാടിയിൽ, താനൂര്, തിരൂര്, മഞ്ചേരിയിൽ, കൊണ്ടോട്ടിയിൽ, വള്ളിക്കുന്നിൽ, അതുപോലെ പല മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഒരു സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് കൃത്യമായിട്ട് ഒരൊറ്റ സംശയം പോലും ഇല്ലാതെ ഏത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നമുക്ക് പറയാൻ കഴിയും അത് പേരാമ്പ്രയാണ് എന്നുള്ളത്. അഡ്വക്കേറ്റ് ഫാത്തിമ ദഹലിയ മത്സരിച്ച പേരാമ്പ്ര, ആ പേരാമ്പ്രയിൽ ഫാത്തിമ ദഹലിയ വന്ന് ഇറങ്ങിയത് മുതൽ ആകെ കുരുപൊട്ടി നശിച്ച് നാറാണക്കല്ലെടുത്തിരിക്കുകയാണ് CPM എന്ന് പറയുന്നത്. LDFന്റെ സംസ്ഥാന കൺവീനർ, LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ സ്ഥാനാർത്ഥിയാകുന്നു. അവിടേക്കാണ് ഫാത്തിമ ദഹലിയ വരുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇതേ മണ്ഡലത്തിൽ CPM വിജയിച്ചു കയറുന്ന അതേ മണ്ഡലത്തിൽ ഇത്തവണ മെയ് 4 വൈകുന്നേരം ഹരിത പതാക പാറിപ്പറക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്ട്രൈക്ക് റേറ്റ് എന്നുള്ള കാര്യത്തിൽ പ്രകടന മികവ്, അതാണല്ലോ സ്ട്രൈക്ക് റേറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ പ്രകടന മികവിൽ കേരളത്തിൽ 1-ാം സ്ഥാനത്ത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. അതാണ് ഞാൻ പറഞ്ഞത് 99.99 അല്ലെങ്കിൽ 100 എന്നൊക്കെ ഞാൻ പറയാനുണ്ടായ കാരണം അതാ. അപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആത്മാഭിമാനം നൽകുന്ന ഒരു പോരാട്ടമായിരിക്കും ഈ 2026. കഴിഞ്ഞ 2021 കൈവിട്ടു പോയ പലതും തിരിച്ചു പിടിക്കാനും അതുപോലെ പാർട്ടിയുടെ ശക്തി ഒന്നുകൂടി വർദ്ധിപ്പിക്കുവാനും ഉതകുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയാണിപ്പോൾ ഈ പറയുന്ന കോഴിക്കോട് ജില്ലാ നേതൃത്വവും പങ്കുവെക്കുന്നത് തന്നെയാണ്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ മത്സരിച്ചിരിക്കുന്നത് കുറ്റ്യാടിയിലാണ്
പേരാമ്പ്രയിലാണ്, തിരുവമ്പാടിയിലാണ്, കോഴിക്കോട് സൗത്തിലാണ്, കൊടുവള്ളിയിലുണ്ട്, കുന്നമംഗലത്തുണ്ട്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ വലിയ ചലനമുണ്ടാക്കാൻ, മുന്നേറ്റമുണ്ടാക്കാനും സാധിക്കും എന്നതിനപ്പുറം ഈ പറയുന്ന കൊടുവള്ളിയിൽ PK ഫിറോസ് മത്സരിച്ച കൊടുവള്ളിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ, വലിയ മാർജിനിൽ തന്നെ വിജയിച്ച് കയറാനും സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകൾക്കൊന്നും മാറ്റമുണ്ടാവില്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശഭരിതമായിട്ട് അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി നമുക്കുള്ളത് പേരാമ്പ്രയെ സംബന്ധിച്ചിടത്തോളമാണ്. പേരാമ്പ്രയിലെ ഭൂരിപക്ഷം അതാണ് നമുക്കറിയേണ്ടത്. വിജയം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞതാ നമ്മൾ മാത്രമല്ല, സഖാക്കൾ പോലും അവരുടെ പരാജയവും ഫാത്തിമ ദഹ്ലിയുടെ വിജയവും അവരും ഉറപ്പിച്ചതാ. അവിടെ ഇനി എത്രയാണ് ഭൂരിപക്ഷം, മാർജിൻ എത്രയാണ് എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പേരാമ്പ്ര പല അർത്ഥത്തിൽ വലിയ ചർച്ചാ വിഷയമായതാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ, അല്ലേ? തെരഞ്ഞെടുപ്പിൽ ഫാത്തിമ ദഹ്ലിയ വന്നിറങ്ങിയതോടുകൂടി ആ ഒന്നുകൂടി ഒരു ഹോട്ട് സീറ്റ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ചുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമായിട്ട് പേരാമ്പ്ര മാറി. തെരഞ്ഞെടുപ്പിന് മുൻപ് ഷാഫി പറമ്പിലിന് എതിരെ ഉണ്ടായ അക്രമം, ഷാഫി പറമ്പിലിന് മർദ്ദനമേറ്റത്, അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു ഇടമാണ് പേരാമ്പ്ര എന്ന് പറയുന്നത്. ആ പേരാമ്പ്രയുടെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നമ്മൾ കണ്ടത് വർഗീയ വിഭജനത്തിൻ്റെ വിത്തുകൾ പാകുന്ന സഖാക്കളെയാണ് നമ്മൾ കണ്ടത്. ആദ്യഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ലാപ്പിൽ ഫാത്തിമ ദഹ്ലിയക്കെതിരെ നടന്ന വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ, ലൈംഗിക അധിക്ഷേപങ്ങൾ, സ്ലട്ട് ഷെയ്മിങ്ങുകൾ ഒക്കെ നമ്മൾ കണ്ടു. അത് അത്രയധികം അങ്ങോട്ട് ഫലമുണ്ടാക്കുന്നില്ല എന്ന് കണ്ടു തുടങ്ങിയപ്പോഴാണ് സഖാക്കൾ വർഗീയ വിഭജനത്തിനു വേണ്ടിയുള്ള കരുക്കൾ നീക്കി തുടങ്ങിയത്. ഇത് പേരാമ്പ്രയുടെ മണ്ണിൽ. ഇതേ പേരാമ്പ്ര ഉൾക്കൊള്ളുന്ന വടകരയുടെ മണ്ണിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് കാഫിർ സ്ക്രീൻഷോട്ടായിരുന്നെങ്കിൽ 2026 അത് സ്ക്രീൻഷോട്ട് മാറി അത് അനൗൺസ്മെന്റ് ആയി എന്നുള്ളത് മാത്രമായിരുന്നു വ്യത്യാസം. ഉള്ളടക്കം എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെയായിരുന്നു. ഉള്ളടക്കം ഒന്ന് തന്നെയാ. പേരാമ്പ്രയിലെ ഫാത്തിമ ദഹ്ലിയക്കെതിരെ സഖാക്കള് ഹൈന്ദവ വീടുകൾ കയറി ഇറങ്ങി വർഗീയത പ്രചരിപ്പിക്കുകയായിരുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് പച്ചക്ക് പരസ്യമായിട്ട് അനൗൺസ്മെന്റ് നടത്തി വർഗീയത പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് നമ്മൾ വ്യക്തതയോടുകൂടി കണ്ട കാര്യമാണ്, അല്ലേ? ഹൈന്ദവ വീടുകളിൽ കയറിയിട്ട് സഖാക്കൾ പറഞ്ഞതെന്താ? എതിർപക്ഷത്ത് നിൽക്കുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. ആ മുസ്ലിം സ്ഥാനാർത്ഥി ഇവിടെ വിജയിച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ പേരാമ്പ്രയിൽ ഹിന്ദുക്കൾക്ക്, ഹൈന്ദവർക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ വരെയുള്ള പ്രചരണങ്ങൾ പേരാമ്പ്രയിൽ അഴിച്ചുവിട്ടു എന്നുള്ളതാണ്. ആ പേരാമ്പ്രയിലെ LDFന്റെ കൺവീനർ എന്ന് പറയുന്ന വൻ മരത്തെ വേരോടെ പിഴുതെറുക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാക്കിയ മാൻ ഓഫ് ദ സീരീസ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ, അല്ലേ, ഇതൊരു മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് കാണാൻ പറ്റില്ല, മാൻ ഓഫ് ദ സീരീസ് എന്ന് പറയുന്ന രീതിയിൽ മാൻ ഓഫ് ദ സീരീസ് ആരായിരിക്കും എന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് അത് പാർട്ടി ഓഫ് ദ സീരീസ് എന്ന് മാറ്റിയിട്ട് നമ്മളത് പറയും. അത് ഈ പറയുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന എൻ്റെ പ്രസ്ഥാനമായിരിക്കും എന്നുള്ളത് അത് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ ആവേശ, അല്ലേ? എൻ്റെ പാർട്ടി, എൻ്റെ പാർട്ടി, എൻ്റെ പാർട്ടി. ഈ ഹരിത പതാക നെഞ്ചോട് ചേർത്ത എല്ലാവർക്കും വലിയ ആവേശമാണ്. നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. മെയ് 4 സായാഹ്നം. നമുക്കൊന്ന് ആഹ്ലാദിക്കാനുണ്ട്, ഒന്ന് ആനന്ദ നൃത്തമാടാനുണ്ട്, അല്ലേ? അത് പേരാമ്പ്രയുടെ മണ്ണിൽ കൂടി ഭൂരിപക്ഷം എത്രയാണെന്ന് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആഹ്ലാദം ഇരട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളില്ല എന്നുള്ളതാ. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ലീഗിന് അഭിമാനിക്കാൻ ഏറെ ഉണ്ടാകും ഈ മെയ് 4 സായാഹ്നം എന്ന് പറയുന്നത്, അല്ലേ? ലീഗിന് അഭിമാനിക്കാൻ ഒരുപാടുണ്ട്. തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്ന ഘട്ടമാകുമ്പോൾ തെരഞ്ഞെടുപ്പ് വിജയം അതിലേറെ ആവേശം നൽകും. ലീഗിനല്ലെങ്കിലും അഭിമാനിക്കാൻ വകകൾ ഇല്ലാതെയില്ല, ഒരുപാടധികമുണ്ട്. നമ്മൾ കാഴ്ചവെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് സ്നേഹത്തിൻ്റെയാണ്. ഈ പാർട്ടി മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെയാണ്, ചേർത്ത് നിർത്തലിൻ്റെയാണ്, പരസ്പര സഹായത്തിൻ്റെതാണ്, കണ്ണീരൊപ്പലിൻ്റെതാണ്, അല്ലേ? അവിടെ നമുക്ക് അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും നമ്മൾ ആരോടും പറഞ്ഞു കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളിതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ വേണ്ടിയല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടി
നീയൊക്കെ എന്താടാ ചെയ്തത് എന്ന് അന്തംഗമ്മി അടിമകൾ എല്ലാം കണ്ടിട്ടും ചോദിക്കുമ്പോൾ പറയാതിരിക്കാൻ സാധിക്കുമോ? നമുക്ക് പറയണം. ചിലതൊക്കെ പറഞ്ഞു കൊന്നെ പോണം, ചിലതൊക്കെ പറയേണ്ട സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എല്ലാം പറയേണ്ടി വരും എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ലീഗ് എന്തൊരു പ്രവൃത്തിയുമായിട്ട് മുന്നിട്ടിറങ്ങിയോ അന്നൊക്കെ ഈ പാർട്ടിക്ക് ആ ഒരു പ്രവർത്തനവുമായി മുന്നിട്ടിറങ്ങുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത എന്നൊന്ന് പറയുന്നത് ലീഗിൻ്റെ കൂടപ്പിറപ്പാ, ചെയ്ത കാര്യങ്ങളിൽ അത്രയും. അതുകൊണ്ട് തന്നെയാ എന്തൊക്കെ കൈവച്ചതൊക്കെ വൻ വിജയമാക്കി മാറ്റാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സാധിച്ചത് എന്നുള്ളതാ. അവിടെ പാർട്ടി നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല, വിശ്വാസങ്ങൾ നോക്കിയിട്ടില്ല, ആണാണ് പെണ്ണാണ് എന്നുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം വളരെ കൃത്യതയോടുകൂടി സഹജീവി, തൻ്റെ സഹോദരൻ, തൻ്റെ സഹോദരി എന്നുള്ള പരിഗണനയിൽ തന്നെ പാർട്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തീർത്തിട്ടുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വലിയ ആഹ്ലാദം അല്ലേ? ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്ക് ജനം നൽകുന്ന ഒരു വലിയ അംഗീകാരമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ. അതിൽ സ്ട്രൈക്ക് റേറ്റിൽ 1-ാം സ്ഥാനത്ത് കൂടി എത്തുമ്പോൾ പാർട്ടി എന്നും അഭിമാനമായിട്ട് നെഞ്ചോട് ചേർക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്.